തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ഭൂരിഭാഗം ദിവസങ്ങളിലും ഷൂട്ടിംഗ് ഉണ്ടാവുക. അവരുടെ പ്രത്യേകമായ ഷൂട്ടിംഗ് സെറ്റുകളൊക്കെ തന്നെയും അവിടെയാണ് നടക്കുന്നത്. റോഡുകളിലും അല്ലാതെയും ഒക്കെ ഷൂട്ട് ചെയ്യാൻ പ്രയാസമാകുമ്പോൾ അവർ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ തന്നെയാണ് ഭൂരിഭാഗം സീരിയലുകാർ പണ്ട് മുതലേ എത്താറുള്ളത്. സീരിയൽകാർ മാത്രമല്ല സിനിമാക്കാരും അങ്ങോട്ട് തന്നെയാണ് എത്തുന്നത് എന്നറിയാം. പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള താരങ്ങളായ നടൻ നിതിൻ ജയ്ക്കും ദേവയും ഇപ്പോൾ അവിടെ ആകെ പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അവർ ഒന്ന് നടന്ന് മുന്നിലേക്ക് വന്ന് 20 സെക്കൻഡ് കഴിഞ്ഞതും പുറകിലെ ഒരു വൻ മരം തറയിലേക്ക് വീഴുകയായിരുന്നുവെന്നും ഒരു 10 സെക്കൻഡിനുള്ളിൽ ഞങ്ങൾ ഇപ്പുറം കടന്നില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ മരത്തിൻ്റെ അടിയിൽ തന്നെ പെട്ടുപോയേനെ എന്നും ഇന്ന് ഞങ്ങളുടെ ആയുസ് നീട്ടിക്കിട്ടി എന്നുമാണ് ഇപ്പോൾ നിതിനും അതുപോലെ ദേവയും പറയുന്നത്. പ്രേക്ഷകർ വളരെയധികം കൃത്യമായി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരാൾ അപ്പുറം വശത്ത് പെട്ടുപോയി എന്നും അദ്ദേഹത്തിന് ഇങ്ങോട്ട് കടക്കാൻ സാധിക്കുന്നില്ല എന്നും നടൻ സാജൻ സൂര്യയാണ് അപ്പുറം വശത്ത് പെട്ടുപോയതെന്നും ഈ നടന്മാർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. നിതിനും ദേവയും പങ്കുവച്ച വീഡിയോയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വലിയൊരു മരമാണ് അവിടെ നിൽക്കുന്നതെന്ന് കാണാനും സാധിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആയുസ് നീട്ടിക്കിട്ടി എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഇത്തരമൊരു അനുഭവം എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അത് പതിവ് തന്നെയാണ്. അത്തരമൊരു അനുഭവം തന്നെയാണ് ഇപ്പോൾ എനിക്കും ഉണ്ടായിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്കും കാണാൻ സാധിക്കുന്നത്. ഞങ്ങൾ ഇത്രയും നാളും അത് വിശ്വസിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വിശ്വസിച്ചു. നമുക്ക് എന്ത് വിധി ഉണ്ടെങ്കിലും നമുക്കത് വിധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് നടക്കൂ. ഞങ്ങളുടെ മരണം ഇന്നല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ജീവനോടെ നിൽക്കുന്നത്. അതുമാത്രമാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഞങ്ങളെല്ലാവരും ഈ ഒരു വിഷയത്തെ പറ്റി ഇങ്ങനെയാണ് കാണുകയും ചെയ്യുന്നത്. വളരെ വിഷമത്തോടെ പലരും ഇതിനെക്കുറിച്ച് കാണുന്നുണ്ട്. വലിയൊരു മരമാണ്, നിങ്ങൾക്ക് ഇതിൻ്റെ നീളം കാണാൻ സാധിക്കുന്നില്ല, കാണാൻ പറ്റാത്തത്ര നീളമുണ്ട്. അത് കടപുഴകി വീഴുമ്പോഴേക്കും ഞങ്ങൾ അതിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ തീർന്നു എന്ന് തന്നെ കരുതിയേനെ. അങ്ങനെ വേണം നിങ്ങൾ കരുതാൻ. അത്രയേറെ ശക്തിയുള്ള മരമാണ്. അത് വരുന്നത് ആരും കണ്ടില്ല, വലിയ ശബ്ദവും കേട്ടില്ല. ഒടിഞ്ഞല്ല വീണത്, മറിച്ച് അവിടുന്ന് വേരോടെ പിഴുതു വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ ശബ്ദം കേൾക്കാനോ ഓടിമാറാനോ ഒന്നും സാധിച്ചില്ല. വളരെ പെട്ടെന്നാണ് ആ മരം വീണത്. പക്ഷേ ആളപായമൊന്നും ഉണ്ടായില്ല. ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇത്തരം ഒത്തിരി മരങ്ങളുണ്ട്. എന്നാൽ നടൻ സാജൻ സൂര്യയ്ക്ക് എങ്ങനെ ഇപ്പുറത്ത് വരാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ എല്ലാവരും നോക്കുന്നത്. ഈ സന്ധ്യാസമയത്ത് കാറ്റത്തും മഴയത്തും ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. പക്ഷേ ഇത് ഞങ്ങൾ കാണുന്നത് ആദ്യമായിട്ടാണ്. അത് നിങ്ങളൊന്ന് ആലോചിക്കണം. ഞങ്ങളൊരു 10 സ്റ്റെപ്പ് മുന്നോട്ട് നടന്നിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ ഞങ്ങളൊരു 10 സ്റ്റെപ്പ് മുന്നോട്ട് വന്നിട്ടേ ഉള്ളൂ. ഒരു 10-15 സെക്കൻഡിനുള്ളിൽ തന്നെയാണ് ഈ മരം വീണത്. അതും അത്രയും വലിയൊരു മരം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ അപകടം തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ നിന്നും തലനാടിഴക്കി രക്ഷപ്പെട്ടത് എന്നുകൂടി അദ്ദേഹം പറയുന്നു.